യമനിയിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. ഹൂത്തികൾ അമേരിക്കയുടെ കപ്പലുകളും അതുപോലെ വിമാനങ്ങളും ലക്ഷ്യം വെച്ചതിനുള്ള മറുപടിയായിട്ടാണ് ഈ ആക്രമണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ആക്രമണത്തിൽ യമൻ തലസ്ഥാനമായ സനായിൽ 9 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ഈ ഹൂത്തികൾ തീവ്രവാദികളാണ്, അവരെ എപ്പോഴും ഈ സമാധാനത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ്. എന്നാൽ അമേരിക്കയുടെ ഈ ആക്രമണം നമുക്ക് നീതീകരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഇല്ല താനും. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ കനത്ത വ്യോമാക്രമണം. തലസ്ഥാനമായ സനയിലാണ് വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടെന്നും 9 പേർക്ക് പരിക്കേറ്റെന്നും ഹൂതി ആരോഗ്യ മന്ത്രാലയം. ഹൂതികൾക്കെതിരെ നിർണായക സൈനിക നടപടിക്ക് ഉത്തരവിട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ആക്രമണം. ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണമാണ് അമേരിക്ക പദ്ധതിയിട്ടിരിക്കുന്നത്. ചെങ്കടലിലെ കപ്പലാക്രമണങ്ങൾ ഹൂതി അവസാനിപ്പിക്കാത്ത പക്ഷം കാത്തിരിക്കുന്നത് വൻ ദുരന്തമായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോടും ട്രംപ് ആവശ്യപ്പെട്ടു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലനിർത്തുന്നിടത്തോളം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തില്ലെന്ന് ഹൂതികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഗസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രയേൽ തടഞ്ഞതോടെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഹൂതികൾ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു. 2023 നവംബർ മുതൽ കപ്പലുകളെ ലക്ഷ്യമാക്കി 100-ലധികം ആക്രമണങ്ങൾ ഹൂതികൾ നടത്തിയിട്ടുണ്ട്. ഗസയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണ് ഇസ്രയേലിന്റെ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നതെന്നാണ് ഹൂതികൾ പറയുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24.